ഇപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക് നോക്കി, if all the sequence voltages at the fault point in a power system are equal, then the fault is. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ രണ്ട് ഒബ്സർവേഷൻ നമ്മൾ കണ്ടിരുന്നു. ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആണെങ്കിൽ സീക്വൻസ് കറണ്ട്സ് ആർ ഈക്വൽ ആണ്. ആ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇൻ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ദ സീക്വൻസ് കറണ്ട്, അതായത് പോസിറ്റീവ് സീക്വൻസ് കറണ്ടും നെഗറ്റീവ് സീക്വൻസ് കറണ്ടും സീറോ സീക്വൻസ് കറണ്ടിന്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ നമുക്ക് പറയാൻ പറ്റും ഇൻ എ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് എന്തായിരിക്കും? Positive sequence current IA1 is equal to negative sequence current IA2 is equal to zero sequence current IA not നമുക്ക് പറയാൻ പറ്റും in case of a line to ground fault. പക്ഷേ അത് ആ കൺസെപ്റ്റ് തന്നെ നേരെ നമ്മൾ തിരിച്ച് പറയുകയാണെങ്കിൽ എന്തായിരിക്കും വരിക? ഇൻ കേസ് ഓഫ് എ ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും? പോസിറ്റീവ് സീക്വൻസ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു പോസിറ്റീവ് സീക്വൻസ് നെഗറ്റീവ് സീക്വൻസ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു സീറോ സീക്വൻസ് വോൾട്ടേജ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഓൾ ദ സീക്വൻസ് വോൾട്ടേജസ് ഓഫ് ദ ഫോൾട്ട് പോയിന്റ് ആർ ഈക്വൽ നമുക്ക് പറയാൻ പറ്റും അല്ലെ. സീക്വൻസ് വോൾട്ടേജ് ഓഫ് ദ ഫോൾട്ട് പോയിന്റ് ആർ ഈക്വൽ എന്ന് പറയാൻ പറ്റും. അങ്ങനെ സീക്വൻസ് വോൾട്ടേജ് ഈക്വൽ ആവുന്ന ഫോൾട്ട് നമ്മൾ പറയാൻ പറ്റും ഇസ് നത്തിങ് ബട്ട് എ ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആണ്. അപ്പോ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിൽ എന്തായിരിക്കും? സീക്വൻസ് കറണ്ട് ഈക്വൽ ആയിരിക്കും. ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് വോൾട്ടിൽ എന്തായിരിക്കും വരിക? സീക്വൻസ് വോൾട്ടേജസ് ഈക്വൽ ആയിരിക്കും. സോ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആണ്. എപ്പോഴും ചോദിക്കുക, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ കറണ്ട് ഓഫ് എ സിംഗിൾ ഫേസ് ലോഡ് ഡ്രോൺ ഫ്രം എ ത്രീ ഫേസ് സിസ്റ്റം ഹാസ് the current of a single phase load drawn from a three phase R. അപ്പൊ അത് ചോദിച്ചിട്ട് പറയുമ്പോൾ പറയുന്നതായിരിക്കും വരിക the current of a single phase load drawn from a three phase system has. അപ്പോൾ നോക്കിയേ, it is having the positive, നോക്കിയേ പോസിറ്റീവ് സീക്വൻസ് കമ്പോണന്റും സീറോ സീക്വൻസ് കമ്പോണന്റും നെഗറ്റീവ് സീക്വൻസ് കമ്പോണന്റ് ആയിരിക്കും വരിക ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ഒരു ത്രീ ഫേസ് സിസ്റ്റത്തിനകത്ത് നമ്മൾ സിംഗിൾ ഫേസ് ലോഡ് കണക്ട് ചെയ്യുകയാണെങ്കിൽ the current drawn by that single phase load that you are having the positive sequence component, negative sequence component and zero sequence components are equal നമുക്ക് പറയാൻ പറ്റും. സോ ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഇറ്റ്സ് വൺ ഓഫ് ദ റിസൾട്ട് ആണിത്. ഇതൊക്കെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തൊരു കുറച്ച് തിയറി പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പീറ്റേഴ്സൺ കോയിൽ ഈസ് യൂസ്ഡ് ഫോർ, അതും പഠിച്ചു വെക്കുന്ന ഒരു പോയിന്റ് തന്നെയാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഗ്രൗണ്ടിങ് ഓഫ് ദ സിസ്റ്റം ന്യൂട്രൽ. സോ ഇത് ഓർത്ത് വയ്ക്കുക. പീറ്റേഴ്സൺ കോയിൽ എന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഗ്രൗണ്ടിങ് ഓഫ് ദ സിസ്റ്റം ന്യൂട്രൽ. കാര്യം നമുക്കറിയാം, നമുക്ക് അതായത് ഇൻ കേസ് ഓഫ് എനി ഗ്രൗണ്ട് ഫോൾട്ട് അല്ലെ, ഒരു ഗ്രൗണ്ട് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും വരിക? ഫോർ എക്സാമ്പിൾ ഇതൊരു ട്രാൻസ്ഫോമർ ആണെങ്കിൽ, ഇതൊരു ട്രാൻസ്ഫോമറിന്റെ ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, ഇതൊരു ഔട്ട് ഗോയിങ് ഫീഡേഴ്സ്, നമ്പർ ഓഫ് ഔട്ട് ഗോയിങ് ഫീഡേഴ്സ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. സോ നമുക്കറിയാം ഈ ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോമറിന്റെ ട്രാൻസ്ഫോമർ അപ്സ്ട്രീം ആണ്. ഈ ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോമറിന്റെ ഡെൽറ്റ ഈ സ്റ്റാർ പോർഷൻ എന്തായിരിക്കും വരിക? ഹിയർ ഇറ്റ് ഈസ് ഗ്രൗണ്ടഡ് ആണ് അല്ലെ, ഗ്രൗണ്ടഡ് ആണ്. ഇവിടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ന്യൂട്രൽ സീറ്റ് നമ്മൾ വെക്കുന്നത്, NCT നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ന്യൂട്രൽ സീറ്റ് വെച്ചിട്ട് ഇവിടെ നമുക്കൊരു 51N എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് ബൈ എർത്ത് ഫോൾട്ട് റിലേ, ആ എർത്ത് ഫോൾട്ട് റിലേ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്തായിരിക്കും വരിക? ഇവിടെ നമുക്ക് ബ്രേക്കർ ഉണ്ട്. സോ ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഈ ട്രാൻസ്ഫോമർ ഫീഡ് ചെയ്യുന്നത് 1 2 3 4 അങ്ങനെ ഒരു നമ്പർ ഓഫ് ഫീഡേഴ്സ് ഈ ട്രാൻസ്ഫോമർ ഫീഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ഒക്കേഴ്സ് അല്ലെ, ഈ ഒരു പോർഷനിൽ ഇവിടെ ഈ ഒരു പാർട്ട് ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ഡെവലപ്പ് ചെയ്തു. അങ്ങനെ ഈ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ഡെവലപ്പ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും, ഗ്രൗണ്ട് ഫോൾട്ട് ഉണ്ടെങ്കിൽ ഒരു ഫോൾട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൾട്ട് കറണ്ട് ഇസ് ഡിവൈഡഡ് ഇൻടു കമ്പോണന്റ്സ് അല്ലെ. പോസിറ്റീവ് സീക്വൻസ് കമ്പോണന്റ് ഉണ്ട്, നെഗറ്റീവ് സീക്വൻസ് കമ്പോണന്റ് ഉണ്ട്, സീറോ സീക്വൻസ് കമ്പോണന്റ് ഉണ്ട്. അപ്പോൾ ഗ്രൗണ്ട് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ പിക്ചറിൽ വരുന്നത് സീറോ സീക്വൻസ് കമ്പോണന്റ് ആയിരിക്കും. ഈ സീറോ സീക്വൻസ് കമ്പോണന്റ് എന്ത് ചെയ്യും? നമുക്കറിയാം എവരി ഫോൾട്ട് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ റിവേഴ്സ് ഫ്ലോ ഓഫ് കറണ്ട് അല്ലെ. അതായത് ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഫോൾട്ട് കറണ്ട് എങ്ങോട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്? അത് നേരെ സോഴ്സിലേക്കായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ആരാണോ അതിനെ ഡെവലപ്പ് ചെയ്യുന്നത്, ആരാണോ അതിനെ ഫീഡ് ചെയ്യുന്നത്, അതിലായിരിക്കും അങ്ങോട്ടായിരിക്കും ഈ ഫോൾട്ട് കറണ്ട് വെച്ചുപിടിക്കുന്നത്. ഇവിടെ എങ്ങനെയായിരിക്കും നോക്കി? ഇവിടെ നമുക്ക് ട്രാൻസ്ഫോമർ ഉണ്ട്. ഈ ട്രാൻസ്ഫോമർ അല്ലേ ഈ ഫീഡറിന് സപ്ലൈ കൊടുക്കുന്നത്. അപ്പൊ എന്തായിരിക്കും വരിക? ഈ ഫോൾട്ട് കറണ്ട് ഉണ്ടാവുന്ന ഈ ഫോൾട്ട് കറണ്ട് സീറോ സീക്വൻസ് കറണ്ട്, അതായത് ദാറ്റ് മീൻസ് ഈ ഗ്രൗണ്ട് ഇൻവോൾവ് ആയതുകൊണ്ട്, ഈ ഫോൾട്ടിൽ ഗ്രൗണ്ട് ഇൻവോൾവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ സീറോ സീക്വൻസ് കറണ്ട് എന്ത് ചെയ്യും? നേരെ ഈ ട്രാൻസ്ഫോമറിലേക്ക് വെച്ച് പിടിക്കും. എങ്ങനെ ആയിരിക്കും വരിക? എർത്ത് വഴി എന്ത് ചെയ്യും? നേരെ നമ്മൾ ട്രാൻസ്ഫോമറിലേക്ക് വെച്ച് പിടിച്ചത് ട്രാൻസ്ഫോമറിലേക്ക് ചെന്ന് കയറാൻ നോക്കുമ്പോഴത്തേക്ക് അവിടെ ആരുണ്ട്? നമ്മൾ ഇവിടെ ഒരു ന്യൂട്രൽ സീറ്റ് വെച്ചിട്ടുണ്ട്. ഈ സീറ്റ് എന്ത് ചെയ്യും? സീറ്റ് ഈ കറണ്ടിനെ അറസ്റ്റ് ചെയ്യുകയും അതിന്റെ പരമായിട്ട് എന്ത് ചെയ്യും? ഈ സീറ്റ് ഈ കറണ്ടിനെ സെൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? 51 എന്ന് പറയുന്ന റിലേ ആക്ടിവേറ്റ് ആക്കുകയും ആ റിലേ എന്ത് ചെയ്യുന്നുണ്ട്? ഇനിഷ്യേറ്റ് ചെയ്ത് ബ്രേക്കർ അല്ലെ, ആ ബ്രേക്കർ ഓപ്പറേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സീറോ സീക്വൻസ് കറണ്ട്, അപ്പൊ നമുക്ക് ഇങ്ങനൊരു കൺസെപ്റ്റ് വരുവാണെങ്കിൽ നോക്കി,
ഇപ്പൊ ഈ ഒരു ഫീഡർ, ഈ F2 എന്ന് പറയുന്ന ഈ ഒരു ഫീഡറിലാണ് ഒരു ഫോൾട്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ F2 എന്ന് പറഞ്ഞ ഒരു ഫീഡറിൽ ഫോൾട്ട് ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ സീറോ സീക്വൻസ് കറണ്ട് നേരെ വന്ന് നമ്മൾ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ വന്ന് കയറി, ട്രാൻസ്ഫോമറിന്റെ ന്യൂട്രലിൽ വന്ന് കയറി നമ്മൾ റിലേ ഓപ്പറേറ്റ് ആയിട്ട് ഈ ബ്രേക്കർ ഓപ്പറേറ്റ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഈ ബ്രേക്കർ അങ്ങ് ഓപ്പൺ ആവും. ഈ ബ്രേക്കർ അങ്ങ് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് എന്താ നമുക്ക് നമ്മളുടെ ആഫ്റ്റർ എഫക്ട് എന്താ, ഫോൾട്ടിന് നമ്മൾ സിസ്റ്റം ഐസൊലേറ്റ് ആയി. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്തായിരിക്കും നമ്മളെ ഫോൾട്ട് വന്നിരിക്കുന്ന F2 എന്ന് പറഞ്ഞ ഫീഡറിലാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ കംപ്ലീറ്റ് ബസ്, അതായത് ഈ ട്രാൻസ്ഫോമർ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാൻസ്ഫോമർ 1 എന്ന് പറയുന്ന ട്രാൻസ്ഫോമർ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കംപ്ലീറ്റ് ബസ്സും ബ്ലാക്ക് ഔട്ട് ആവുക ചെയ്യുന്നത്. പക്ഷെ ആ ഒരു രീതിയിൽ നമുക്ക് പോകണ്ട. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ സീറോ സീക്വൻസ് കറണ്ടിനെ എന്ത് ചെയ്യണം, നമുക്ക് ലിമിറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ അതിന് ഞാൻ എന്ത് ചെയ്യും, ഞാനിവിടെ ഒരു എർത്തിങ് വെക്കും, കണ്ടോ, ന്യൂട്രൽ എർത്തിങ് വെക്കും നമ്മള്. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് എന്താ വേണ്ടുള്ളത്, നമുക്ക് വേണ്ടത് പറഞ്ഞാൽ F2 എന്ന് പറയുന്ന ഈ ഫീഡറിന്റെ ഇൻഡിവിജ്വൽ ബ്രേക്കർ വേണം ഓപ്പറേറ്റ് ചെയ്ത് ഫോൾട്ടിനെ ക്ലിയർ ചെയ്യേണ്ടത്. കാര്യം നമ്മളുടെ ഈ മെയിനിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല, കാര്യം ഇത് നമ്മൾ പ്രൊട്ടക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കുക. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ ഒരു ടൈം അല്ലെ, that means that there should be a coordination between the protection for the individual feeder F2 and the main breaker, ട്രാൻസ്ഫോമറിന്റെ മെയിൻ ബ്രേക്കറുമായിട്ട് ഒരു കോർഡിനേഷൻ ആണ്. അപ്പോൾ അത് നമ്മൾ റിലേ സെറ്റിംഗിലാണ് നമ്മൾ ഇത് ചെയ്തത്, നമ്മൾ ഈ കോർഡിനേഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പം അങ്ങനെ ഈ സീറോ സീക്വൻസ് കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അപ്പൊ അതിനാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ കോയിൽസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ന്യൂട്രലിനെ ഗ്രൗണ്ട് ചെയ്തത്. കാര്യം പലതരത്തിലുള്ള ഗ്രൗണ്ടിങ് ഉണ്ട്. എന്തായിരിക്കും വരിക, സോളിഡിറ്റി ഗ്രൗണ്ടിങ് ഉണ്ട്, പിന്നെ എന്തായിരിക്കും എർത്തിങ് വയ, എന്തായിരിക്കും ന്യൂട്രൽ എർത്തിങ് റെസിസ്റ്റർ വെച്ച് ഗ്രൗണ്ട് ചെയ്യുന്നുണ്ട്, പീറ്റേഴ്സൺ കോയിൽ വെച്ച് ഗ്രൗണ്ട് ചെയ്യുന്നുണ്ട്, ന്യൂട്രൽ എർത്തിങ് റിയാക്ടർ വെച്ച് ഗ്രൗണ്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഇത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം, പീറ്റേഴ്സൺ കോയിൽ ഇസ് യൂസ്ഡ് ഫോർ എന്തായിരിക്കും ഗ്രൗണ്ടിങ് ഓഫ് സിസ്റ്റം ന്യൂട്രൽ. ആ ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വയ്ക്കുക, ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിയേ, ഫോർ എ ഫോൾട്ട് അറ്റ് ദ ടെർമിനൽസ് ഓഫ് എ സിൻക്രണസ് ജനറേറ്റർ ദ ഫോൾട്ട് കറന്റ് ഈസ് മാക്സിമം 4. അപ്പം നമുക്കറിയാം ഒരു ഫോൾട്ട് കറന്റിന്റെ ഇക്വേഷൻ IF ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക, IF പെർ യൂണിറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ IF പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ Z ആണ് അല്ലെ, E ഡിവൈഡഡ് ബൈ Z ആണ്. അപ്പോ ഒരു ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആണെങ്കിൽ, ഇൻ കേസ് ഓഫ് എ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആണെങ്കിൽ എന്തായിരിക്കും വരിക, E ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z2 പ്ലസ് Z0, 3E ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z2 പ്ലസ് Z0. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമുണ്ട്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ സിവിയർ ആയിട്ടുള്ള ഫോൾട്ട് അല്ലെ, സിവിയർ ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ഫോൾട്ട് ഉണ്ട്. അത് ഏതൊക്കെയായിരിക്കും വരിക, സിമെട്രിക്കൽ ഫോൾട്ട് ഉണ്ട്, അൺസിമെട്രിക്കൽ ഫോൾട്ട് ഉണ്ട് അല്ലെ. അപ്പം സിമെട്രിക്കൽ ഫോൾട്ട് ഉണ്ട്, അൺസിമെട്രിക്കൽ ഫോൾട്ട് ഉണ്ട്. സിമെട്രിക്കൽ ഫോൾട്ടാണ് വരുന്നതായിരിക്കും വരിക 3 ലൈൻ ഫോൾട്ട് അല്ലെ, ലൈൻ ടു ലൈൻ ഫോൾട്ട് അല്ലെങ്കിൽ 3 ഫേസ് ഫോൾട്ട് എന്ന് പറയും, അല്ലെങ്കിൽ എന്തായിരിക്കും വരിക 3 ഫേസ് ഫോൾട്ട് ടു ഗ്രൗണ്ട്, അതാണ് സിമെട്രിക്കൽ ഫോൾട്ട് എന്ന് പറയും. അൺസിമെട്രിക്കൽ ഫോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ആരായിരിക്കും വരിക, ലൈൻ ടു ലൈൻ ഫോൾട്ട് വരുന്നുണ്ട്, ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് വരുന്നുണ്ട്, ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 3 ഫോൾട്ടിലും സിവിയർ ഫോൾട്ട് എന്തായിരിക്കും വരിക, 3 ഫേസ് ഫോൾട്ട് ആയിരിക്കും നമുക്ക് സിവിയർ ഫോൾട്ട് ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പം ഈ സിവിയർ ഫോൾട്ട് 3 ഫേസ് ഫോൾട്ട് ആണ്. എന്തായിരിക്കും വരിക, മോസ്റ്റ് ഫ്രീക്വന്റ് ഫോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ആയിരിക്കും നമുക്ക് മോസ്റ്റ് ഫ്രീക്വന്റ് ഫോൾട്ട്. അതായത് 85% ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് എന്ന് പറയാൻ പറ്റും. ഇവിടെ എന്തായിരിക്കും വരിക, ലൈൻ ടു ലൈൻ ഫോൾട്ട് 8%, എന്തായിരിക്കും വരിക, ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് 5% ആണ് തിയറി പറയുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ദിസ് ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ഇറ്റ് ഈസ് എ മോസ്റ്റ് ഫ്രീക്വന്റ് ഫോൾട്ട് നമുക്ക് പറയാൻ പറ്റും, മോസ്റ്റ് ഫ്രീക്വന്റ് ഫോൾട്ട്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കാനുള്ള കാര്യം, നമുക്കിവിടെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയണം, വെൻ ദ ഫോൾട്ട് ഈസ് ടേക്കൺ പ്ലേസ് നിയർ ടു എ സിൻക്രണസ് മെഷീൻ. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ആ സിൻക്രണസ് മെഷീൻസ് എന്ന് കേൾക്കുവാണെങ്കിൽ ദാറ്റ് മീൻസ് when a fault is taken place near to synchronous machine line to ground fault is more severe than 3 phase fault. അപ്പോ സിൻക്രണസ് മെഷീൻസ് എന്ന് കേൾക്കുവാണെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കുക, ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആയിരിക്കും അവിടെ സിവിയറിറ്റി കൂടുതൽ. നമ്മൾ നോർമലി നമ്മൾ പഠിച്ചിട്ടുള്ളത് ഫോൾട്ട് ഇത്രയും രീതിയിൽ നമ്മൾ ഫോൾട്ടിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പഠിച്ചത് എന്തായിരിക്കും, 3 ഫേസ് ഫോൾട്ട് തന്നെയാണ് നമുക്ക് എന്തായിരിക്കും മോർ സിവിയർ ഫോൾട്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് നോക്കിയേ, ഈ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റിനകത്ത് ഫോർ എ ഫോൾട്ട് അറ്റ് ദ ടെർമിനൽസ് ഓഫ് എ സിൻക്രണസ് ജനറേറ്റർ, അല്ലെങ്കിൽ
the fault is taken place very near to the synchronous generation. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വരിക? 3-phase faultനെ കാട്ടിയും എന്തായിരിക്കും സിവിയറിറ്റി കൂടുതലായിരിക്കും ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഫോൾട്ട് കറന്റ് ഇക്വേഷൻ നമ്മൾ പറഞ്ഞല്ലോ, എന്തായിരിക്കും വരിക? IF is equal to അല്ലെ സിംഗിൾ ഫേസ് എന്തായിരിക്കും ഫോൾട്ട് കറന്റ് ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? 3E divided by Z1 plus Z2 plus Z0 ആണ്. അപ്പോൾ ഇതായിരിക്കും വരിക when a fault is ഈ കണ്ടീഷൻ ആവുന്ന സമയത്ത്, that is when a fault is taken place near to the synchronous machine ആവുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? പോസിറ്റീവ് സീക്വൻസ് കമ്പോണന്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് സീക്വൻസ് കമ്പോണന്റ് ആവും. അവിടെ എന്തായിരിക്കും വരിക? പോസിറ്റീവ് സീക്വൻസ് കമ്പോണന്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് സീക്വൻസ് കമ്പോണന്റ് ആൻഡ് സീറോ സീക്വൻസ് കമ്പോണന്റ് ഈസ് ഈക്വൽ ടു സീറോ ആവും. സീറോ സീക്വൻസ് കമ്പോണന്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് ഈക്വൽ ടു സീറോ. അപ്പൊ നമ്മൾ നോക്കിയേ, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore the fault current, the line to ground fault is equal to എന്തായിരിക്കും വരിക? അതിന്റെ വാല്യൂ എന്തായിരിക്കും? 3E divided by Z1 is equal to Z2 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? Z1 plus Z2 വരെ Z1 കൊടുത്തു പ്ലസ് എന്തായിരിക്കും വരിക? Z0 ന്റെ വാല്യൂ 0 ആണ്. അപ്പം ഇങ്ങനെ കിട്ടും therefore 3E divided by 2 times Z1, that is T by 2 is equal to 1.5 times E by Z1 അല്ലെ? that is equal to E by Z1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? നമ്മളുടെ ഫോൾട്ട് ആണ് അല്ലെ? that is per unit ഫോൾട്ടിന്റെ ഇക്വേഷൻ E by Z ആണ്. പക്ഷേ when a fault is taken place near to the synchronous machine, the line to ground fault IFLG is equal to 1.5 times E by Z1 എന്ന് പറയാൻ പറ്റും. സോ ഈ ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വെക്കണം. ദാറ്റ് ഈസ് വൈ the fault is 1.5 times the three phase fault. അപ്പൊ നമുക്ക് പറയാൻ പറ്റും when a fault is taken place near to the synchronous machine, the line to ground fault is more severe than triple line fault അല്ലെങ്കിൽ three phase fault നമ്മൾ ഓർത്ത് വെക്കുക. സോ അപ്പൊ നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കുന്ന കാര്യം, നമുക്ക് ഈ ഒരു ടേബിൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ടേബിളിനകത്ത് ഒറ്റ എക്സെപ്ഷനേ വരുന്നുള്ളൂ. when the fault takes place near to the synchronous machine ആണെങ്കിൽ എന്തായിരിക്കും? ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആണ് മോർ സിവിയർ as compared to എന്തായിരിക്കും ത്രീ ഫേസ് ഫോൾട്ട്. ബിക്കോസ് എന്തായിരിക്കും because when the fault is near to synchronous machine, in that condition the positive sequence component is equal to negative sequence component and zero sequence component is equal to 0. ആ സമയത്ത് നമുക്ക് എന്തായിരിക്കും? the fault, therefore the fault current becomes 1.5 times the three phase current, three phase fault അല്ലെ? so that is why we can say that the line to ground fault is more severe than the three phase fault when a fault is occurring near to the terminals of a synchronous machine. അപ്പൊ നമുക്ക് ഓർത്ത് വെക്കുക എന്തായിരിക്കും? for a fault at the terminals of a synchronous machine, the fault current is maximum 4. നോക്കിയാൽ ഒരു ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത് ത്രീ ഫേസ് ഫോൾട്ട് ആണ്. ഒരിക്കലും ത്രീ ഫേസ് ഫോൾട്ട് അല്ല. ആൻസർ ഈസ് ഓപ്ഷൻ സി ആയിരിക്കും. ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിലായിരിക്കും ഇതായിരിക്കും ആ ഫോൾട്ട് കറന്റിന്റെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതിനകത്ത് കുറെ സമ്മറി പോയിന്റ്സ് ഉണ്ട്. ഈ സമ്മറി പോയിന്റ്സ് ഒക്കെ നമ്മൾ ഒരു ബുക്കിൽ എഴുതി വെക്കുക. അപ്പൊ അതിനകത്ത് കാര്യം ഈ ഒരു സിലബസ് അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ എനോർമസ് ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഈക്വലിറ്റി ക്രൈറ്റീരിയ. ഈക്വലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ഉണ്ട്, ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പം നമുക്ക് ഇത് ഈക്വലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി ആണ്. പവർ സിസ്റ്റത്തിന്റെ ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റിയെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈക്വലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് ഓർത്ത് വയ്ക്കുക. ഈക്വലിറ്റി ക്രൈറ്റീരിയ ബന്ധപ്പെട്ട് 2 പോയിന്റ്സ്. ഇറ്റ് ഈസ് എന്തായിരിക്കും? ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ മെത്തേഡ് ആണ്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ മെത്തേഡ്. അടുത്ത് നോക്കി, നമുക്കറിയാം ഒരു പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്വിംഗ് ഇക്വേഷൻ. സ്വിംഗ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിനകത്ത് ഓക്കെ, സ്വിംഗ് ഇക്വേഷന്റെ ഒരു ഡെറിവേഷൻ ഒരു പോയിന്റ് നമുക്ക് ഓർത്ത് വയ്ക്കാം. സ്വിംഗ് ഇക്വേഷന്റെ ഇക്വേഷൻ എന്തായിരിക്കും വരിക? P is equal to m into d square delta by dt square ആണ് അല്ലെ? m into d square delta by dt square ആണ്. This is called the swing equation അല്ലെ? swing equation. ഇതിനകത്ത് ഓർത്ത് വയ്ക്കാനുള്ള ഒരു പോയിന്റ് that is equal to P is equal to PA, accelerating power PA is equal to m into d square delta by dt square is called the swing equation. ഈ സ്വിംഗ് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള 4 മെത്തേഡ് ഉള്ളു. ദാറ്റ് മീൻസ് ഇതായിരിക്കും വരിക. വൺ, ഇറ്റ് ഈസ് മെത്തേഡ്സ് ഫോർ ഡിറ്റർമിനിങ് ദ സൊല്യൂഷൻ ഓഫ് സ്വിംഗ് ഇക്വേഷൻ. മെത്തേഡ്സ് ഫോർ ഡിറ്റർമിനിങ് ദ സൊല്യൂഷൻ ഓഫ് സ്വിംഗ് ഇക്വേഷൻ. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? പോയിന്റ് ബൈ പോയിന്റ് മെത്തേഡ് അഥവാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ്, പോയിന്റ് ബൈ പോയിന്റ് മെത്തേഡ്, പോയിന്റ് ബൈ
പോയിന്റ് മെത്തേഡ് അഥവാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ മെത്തേഡ് യൂലേഴ്സ് മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡ് RKM മെത്തേഡ് അഥവാ രംഗക്കുട്ട മെത്തേഡ് എന്ന് പറയുന്നുണ്ട്. നാലാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? മിൽനസ് പ്രെഡിക്റ്റർ കറക്റ്റർ മെത്തേഡ്. അപ്പം ഇതിനകത്ത് ചിലപ്പോൾ ചോദിക്കും, the following method is used for the determining solution of string equation. അതായിരിക്കും വരിക. ഈ 4 മെത്തേഡ്സ് നമുക്ക് ഓർത്ത് വയ്ക്കാം. പിന്നെ നമ്മൾ ട്രാൻസിഷൻ സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അടുത്ത മെത്തേഡാണ് ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ. നമ്മളിപ്പോൾ പറയാൻ പോകും. ഇത് തമ്മിൽ ഒരു ക്വസ്റ്റ്യൻ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. അതിന് മുന്നേ ഈ ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ മെത്തേഡ് ആണ്, അത് ഓർത്ത് വയ്ക്കുക. അപ്പൊ നമുക്കിപ്പോ രണ്ട് മെത്തേഡ് ഉണ്ട്. എന്തായിരിക്കും വരിക? നമുക്ക് ട്രാൻസിഷൻ സ്റ്റെബിലിറ്റിയെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് 2 മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്. ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇറ്റ് ഈസ് സ്വിംഗ് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് നമ്മളിപ്പോ പറഞ്ഞ ഗ്രാഫിക്കൽ മെത്തേഡായ ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എപ്പോ നമ്മൾ സ്വിംഗ് ഇക്വേഷൻ യൂസ് ചെയ്യും, എപ്പോ നമ്മൾ ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ യൂസ് ചെയ്യും, ആ ഒരു പോയിന്റ് നമുക്ക് ഓർത്ത് വെക്കണം. കാര്യം ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ ഇറ്റ് ഈസ് അപ്ലൈഡ് ഓൺലി ടു എന്തായിരിക്കും? ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ ഇറ്റ് ഈസ് അപ്ലൈഡ് ഓൺലി ടു സിംഗിൾ മെഷീൻ ഇൻഫിനിറ്റ് ബസ്. സിംഗിൾ മെഷീൻ infinite bus power system. That means equilibrium the equilibrium method analysis for determining the transient stability, it can be applied only to single machine infinite bus power system. Single equation ആണെങ്കിൽ എന്തായിരിക്കും വരിക? It is applicable to multi machine infinite bus power system. ബസ് പവർ സിസ്റ്റം. അപ്പൊ ഈ ഒരു പോയിന്റ് കുറച്ച് സ്ട്രെസ് ചെയ്ത് നമ്മൾ ഓർത്ത് വയ്ക്കുക. സിംഗിൾ മെഷീൻ ഇൻഫിനിറ്റ് ബസ് പവർ സിസ്റ്റം ആണെങ്കിൽ ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ, മൾട്ടി മെഷീൻ ഇൻഫിനിറ്റ് ബസ് പവർ സിസ്റ്റം ആണെങ്കിൽ എന്തായിരിക്കും വരിക? സ്വിംഗ് ഇക്വേഷൻ. ഒരു തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The transient stability of a multi-machine power system subsequent to a three-phase short circuit is examined by options ഇങ്ങനെയായിരുന്നു. ഓപ്ഷൻ എ using equal area criterion. Option B using point by point method. Option C ഉണ്ടായിരുന്നത് either equal area criteria or point by point method. Option D combination of equal area criteria and point by point method. So എന്ത് കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റ്യൻ നോക്കി. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ക്വസ്റ്റ്യൻ നോക്ക്, നമുക്ക് ഈ ഒരു പോയിന്റ് വെച്ചിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം the transient stability of a multi machine ആണ്. മൾട്ടി മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ പിക്ചറിലേ വരില്ല. ആര് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ? നമുക്ക് സ്വിംഗ് ഇക്വേഷൻ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ദ മെഷീൻ ഇസ് എ മൾട്ടി മെഷീൻ പവർ സിസ്റ്റം ആണ്. സിംഗിൾ മെഷീൻ പവർ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് പറയാൻ പറ്റും we can use the equal area criteria tool for determining the transient stability. ഇവിടെ മൾട്ടി മെഷീൻ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും പറയുക? നമുക്ക് ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ ഒരിക്കലും പിക്ചറിൽ വരാൻ പറ്റത്തില്ല. ബിക്കോസ് ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ അനാലിസിസ് it is restricted to only single machine ഇൻഫിനിറ്റ് ബസ് പവർ സിസ്റ്റം ആണ്. സോ ഓപ്ഷൻ എ ഒരിക്കലും ആപ്ലിക്കബിൾ അല്ല. ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ വരുന്ന ഓപ്ഷൻസ് ഒന്നും നമുക്ക് ആപ്ലിക്കബിൾ അല്ല. ഓപ്ഷൻ ഡിയും ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ മൾട്ടി മെഷീൻ ആണെങ്കിൽ നമ്മൾ ആരെ ഡിപ്പെൻഡ് ചെയ്യണം? സോ വി ക്യാൻ ഗെറ്റ് ദ
So we can get the solution, like we can examine the stability only by using ഇതായിരിക്കും ഒരു swing equation വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആ swing equationന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് പോയിന്റ് ബൈ പോയിന്റ് മെത്തേഡ്. അതാണ് നമ്മുടെ ഓപ്ഷൻ ബി കൊടുക്കുന്നത്. സോ ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ് എന്തായിരിക്കും, ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ് ഇത് ഗ്രാഫിക്കൽ മെത്തേഡാണ്. അപ്പം അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾക്കിപ്പം എന്തായിരിക്കും നമ്മുടെ സ്വിങ് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യേണ്ട കാര്യമില്ല. സ്വിങ് ഇക്വേഷൻ സോൾവ് ചെയ്യാതെ തന്നെ ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു സിംഗിൾ മെഷീൻ ഇൻഫിനിറ്റ് ബസ് പവർ സിസ്റ്റം. മൾട്ടി മെഷീൻ ആണെങ്കിൽ ഷുവർ ആയിട്ട് നമ്മൾ സ്വിങ് ഇക്വേഷൻ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. സ്വിങ് ഇക്വേഷന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന 4 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് പോയിന്റ് ബൈ പോയിന്റ് മെത്തേഡ്, യൂലേഴ്സ് മെത്തേഡ് ഉണ്ട്, RK മെത്തേഡ് ഉണ്ട്, പിന്നെ Miller's predicted Carter method ഉണ്ട്. Point swing equation it is applicable to multi machine infinite bus power system, whereas equal area criteria is applicable to only single machine infinite bus power system. So ഈ രണ്ട് പോയിന്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കുക. സോ അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ചോദ്യം പറഞ്ഞാൽ ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ is employed to determine ഇതായിരിക്കും വരിക. സോ the answer is option B ആയിരിക്കും. ഇതായിരിക്കും to determine the transient stability. B ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. Stability of a power system can be improved by. Stability of a power system can be improved by. By using series compensator, we can improve the stability of a power system. By using the parallel transmission lines, here also we can improve the stability. Power equation, the power is equal to EV by XS into sin delta. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് കോമ്പൻസേറ്റർ റിയാക്റ്റീവ് പവർ കോമ്പൻസേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ചെയ്യാൻ പറ്റും. നമുക്ക് സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പാരലൽ ലൈൻസ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് റിയാക്ടൻസ് എക്സസ് ബിക്കംസ് x/2 ആവും. അപ്പൊ എന്തായിരിക്കും വരിക, പവർ ബിക്കംസ് 2 ടൈംസ് ആവും അല്ലെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും. സോ ഓപ്ഷൻസ് 1 and 2 ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. റെഡ്യൂസിംഗ് ദ വോൾട്ടേജ്, കാര്യം ബിക്കോസ് ദ സ്റ്റെബിലിറ്റി P is directly proportional to വോൾട്ടേജ്. അപ്പൊ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യുന്ന എന്ത് സംഭവിക്കും, സ്റ്റെബിലിറ്റി is also reduces. അപ്പൊ ഓപ്ഷൻ 3 ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഓപ്ഷൻ 1 and ഓപ്ഷൻ 2 are correct options ആണ്, because the stability of a power system can be improved by using series compensator. ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ using parallel lines is also one of the alternative for improving the stability of a power system. അടുത്ത പോയിന്റ് നോക്കി കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ക്ലിയറിംഗ് ആംഗിൾ. ക്രിട്ടിക്കൽ ക്ലിയറിംഗ് ആംഗിളിനെ പറ്റിയിട്ട് നമ്മൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റെബിലിറ്റിയിൽ നമ്മൾ പഠിക്കും. ആ പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. കാര്യം സ്റ്റെബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ക്രിട്ടിക്കൽ ക്ലിയറിംഗ് ആംഗിൾ. അപ്പൊ അതിന്റെ നമ്മൾ സ്റ്റെബിലിറ്റി അനാലിസിസിലേക്ക് പോകുമ്പോൾ നെക്സ്റ്റ് നാളെ മറ്റന്നാളുള്ള സെഷൻസ് നമ്മൾ നോക്കാം. നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് പോകാം. ക്രിട്ടിക്കൽ ക്ലിയറിംഗ് ആംഗിൾ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഇതായിരിക്കും വരിക സ്റ്റെബിലിറ്റി സ്റ്റഡി ഓഫ് പവർ സിസ്റ്റം. സോ ഓപ്ഷൻ എ ആയിരിക്കും. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സ്റ്റെബിലിറ്റി സ്റ്റഡി ഓഫ് പവർ സിസ്റ്റം. ഓക്കെ. ഇങ്ങനെയുള്ള ഇത് അടുത്ത നമ്മളുടെ ഫോൾട്ട് അനാലിസിസ് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇഫ് ടു ലൈൻ കറന്റ്സ് ഓഫ് എ 3-phase സിസ്റ്റം ആർ 500 plus J150 minus 300 plus J600 and its zero sequence components are 100 plus J50, then the line current in other phases. അപ്പൊ നമ്മൾ നോക്കിയും സീറോ സീക്വൻസ് കറന്റ് തന്നിട്ടുണ്ട്. I0 തന്നിട്ടുണ്ട് 100 plus J50 അല്ലേ. 100 plus J50 തന്നിട്ടുണ്ട്. സീറോ സീക്വൻസ് കറന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 100 plus J50. നമ്മളുടെ സീറോ സീക്വൻസ് കമ്പോണന്റ് അല്ലെങ്കിൽ സീറോ സീക്വൻസ് കറന്റ് ഫോർമുല എന്തായിരിക്കും, I0 is equal to 1/3 into ഇതായിരിക്കും IA plus അല്ലെ, IA1 അല്ലെങ്കിൽ IA1 plus IA2 plus സീക്വൻസ് കമ്പോണന്റ് ആണല്ലോ. സീറോ സീക്വൻസ് കമ്പോണന്റ് I0 is equal to 1/3 into IA plus IB plus IC. സോ ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുല കൊടുത്ത് വയ്ക്കാം. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് സീറോ സീക്വൻസ് കമ്പോണന്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയായിരിക്കും, I0 നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 100 plus J50 തന്നിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു 1/3 into എന്തായിരിക്കും, ഇഫ് ദ ടു ലൈൻ കറന്റ്സ് ആർ 500 plus J150 പിന്നെ എന്തായിരിക്കും വരിക, minus 300 plus 600 തന്നിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും വരിക, ദാറ്റ് ഈസ് ഈക്വൽ ടു 500. IA ഈസ് ഈക്വൽ ടു 500 plus J150 എടുക്കാം. ഇവിടെ എന്തായിരിക്കും IB എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, IB is equal to minus
300 plus J 600 plus IC. അപ്പം സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് 500 minus 300 എത്രയായിരിക്കും? 200 200 200 plus 750 എന്നൊക്കെ വരും അല്ലേ? 200 plus 750 കിട്ടും. കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? IC കണ്ടുപിടിക്കുക. therefore the value of IC is equal to, on solving we will get 0.1 minus IC is equal to 0.1 minus J 0.6 kilo ohms. അപ്പോൾ ഇതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മാത്തമാറ്റിക്സ് ആണ്. നമ്മൾ നോക്കുക, സീറോ സീക്വൻസ് കമ്പോണന്റ് ഇക്വേഷൻ I naught is equal to 1/3 into IA plus IB plus IC ആണ്. I naught വാല്യൂസ് നമുക്ക് ആൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്തായിരിക്കും? സീറോ സീക്വൻസ് കമ്പോണന്റ് വാല്യൂ 100 plus J50 നമുക്ക് തന്നിട്ടുണ്ട്. 1/3 അറിയാം, രണ്ട് ലൈൻ കണ്ട് തന്നിട്ടുണ്ട്, IA തന്നിട്ടുണ്ട്, IB തന്നിട്ടുണ്ട്. IC നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ വരിക. The severity, the severity of line to ground fault at the terminals of an unloaded synchronous generator is to be same. If that means the severity of a line to ground fault and three-phase fault. Severity of line, രണ്ട് ഫോൾട്ടിന്റെ കാര്യം പറയുന്നത് അല്ലേ? അത് ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിന്റെ സിവിയറിറ്റിയും three-phase faultന്റെ സിവിയറിറ്റിയും at the terminals of an unloaded synchronous generator to be same. If the terminal voltage is 1 per unit ആണ് പറയുന്നത്, പോസിറ്റീവ് സീക്വൻസ്, നെഗറ്റീവ് സീക്വൻസ്, സീറോ സീക്വൻസ് കമ്പോണന്റ് വാല്യൂസ് പറയുന്നത്, then the required inductive reactance for neutral grounding. അപ്പൊ നമുക്ക് ആദ്യമേ നമുക്ക് എന്ത് നോക്കാം? ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിന്റെ ഫോൾട്ട് കറന്റ് ഇക്വേഷൻ നോക്കാം അല്ലെ? ദാറ്റ് മീൻസ് IF ലൈൻ ടു ഗ്രൗണ്ട് ആകുമ്പോഴത്തേക്കും സംഭവിക്കും, IF ലൈൻ ടു ഗ്രൗണ്ടിന്റെ ഫോൾട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ മുന്നേ പഠിച്ചു, ഇക്വേഷൻ വരിക 3E ഡിവൈഡ് ബൈ Z1 പോസിറ്റീവ് സീക്വൻസ്, നെഗറ്റീവ് സീക്വൻസ്, സീറോ സീക്വൻസ് പ്ലസ്, ഇവിടെ നമ്മൾ ഓർക്കണം ന്യൂട്രൽ ഗ്രൗണ്ടിങ്ങും പിക്ചറിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? 3 times ZN. ആ പോയിന്റ് നമ്മൾ ഓർത്ത് വയ്ക്കുക. Z1 plus Z2 plus Z0 plus 3 times ZN. ബിക്കോസ് ഇതാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഫോർമുല. ദാറ്റ് മീൻസ് ഫോൾട്ട് കറണ്ട്, ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിന്റെ സ്റ്റാൻഡേർഡ് ഫോർമുല എന്തായിരിക്കും വരിക? 3E ഡിവൈഡ് ബൈ Z1 plus Z2 plus Z0 plus 3 times ZN. Z എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ന്യൂട്രൽ ഗ്രൗണ്ടിങ് റിയാക്ടൻസ് ആണ്. ഓക്കെ, അടുത്ത് നോക്കിയേ. അടുത്ത നമുക്ക് പറഞ്ഞിരിക്കുന്നത് the severity of a line to ground fault and three-phase fault. Three-phase fault ഇക്വേഷൻ ആയിരിക്കും വരിക IF 3-phase അല്ലെ? 3-phase fault എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? E ഡിവൈഡ് ബൈ Z1 അല്ലെ? E ഡിവൈഡ് ബൈ Z1. അപ്പം 3-phase faulട്ടിലും നമ്മൾ നമുക്ക് അത് മാത്രമേ ഉള്ളൂ, നമുക്ക് ഇവിടെ പോസിറ്റീവ് സീക്വൻസ് കമ്പോണൻസ് മാത്രമേ എടുക്കത്തുള്ളൂ. സോ ഈ രണ്ട് ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കുക. ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ഇക്വേഷൻ 3E ഡിവൈഡ് ബൈ Z1 plus Z2 plus Z0 plus 3ZN. Three-phase fault equation ആയിരിക്കും വരിക IF2 is equal to ഇതായിരിക്കും E divided by Z1. എന്താ പറഞ്ഞിരിക്കുന്നത്? The severity of line to ground fault and three-phase fault of an synchronous generator to be same. ഇപ്പൊ ഇത് രണ്ടും സെയിം ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? therefore നമുക്ക് പറയാൻ പറ്റും therefore 3E divided by അല്ലേ? therefore ഇത് രണ്ടും സെയിം ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3E divided by Z1 plus Z2 അല്ലേ? 3E divided by Z1 plus Z2 plus Z0 is equal to plus 3 times ZN അല്ലെ? ഈ ഫോൾട്ട് കറണ്ടും ഇതും ആരോടെ ഈക്വൽ ആയിട്ട് വരുന്നേക്ക് നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു E divided by Z1 ആണ് അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു E divided by Z1 ആണ്. അപ്പോ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കിട്ടും. ഇവിടെ നമുക്ക് ഇയുടെ വാല്യൂ എത്ര പറഞ്ഞിട്ടുണ്ട്? ദാറ്റ് ഈസ് ടെർമിനൽ വോൾട്ടേജ് 1 per unit. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? therefore ഇയുടെ വില 1 ആവും. therefore 3 divided by Z1 എത്ര ആയിരിക്കും വരിക? Z1 0.1 അല്ലെ? പ്ലസ് Z2 എത്ര ആയിരിക്കും? Z2 is also 0.1 പ്ലസ് Z0 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? 0.05 പ്ലസ് 3 times ZN is equal to എന്തായിരിക്കും വരിക? is equal to 1 by Z1 വാല്യൂ എത്ര ആയിരിക്കും വരിക? 0.1 അല്ലെ? ബിക്കോസ് ഈ 1 ആണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? therefore 0.3 into 0.1 അല്ലെ? 3 into 0.1 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 0.3 കിട്ടും. therefore 0.3 is equal to 0.1 plus 0.1, that is equal to 0.1, 0.2, 0.2, 0.2 plus 0.05, that is 0.25 അല്ലെ? 0.25 plus 3 times ZN കിട്ടും. plus 3 times ZN. therefore 0.3
0.3 minus 0.25 divided by 3 is equal to നമുക്ക് ZN കിട്ടും. Therefore, the value of ZN is equal to നമുക്ക് 0.0166 per unit വരും. So, ഈ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുമ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് വെച്ച് നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. എങ്ങനെ ആയിരിക്കും വരിക? E divided by three phase fault equation E divided by Z1 ആണ്. രണ്ട് ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. അതായിരിക്കും ലൈൻ ടു ഗ്രൗണ്ട് fault equation E divided by Z1 plus Z2 plus Z1 plus 3 times ZN. ത്രീ ഫേസ് fault equation ആയിരിക്കും വരിക E divided by ZN. ഇതിന് രണ്ടിന്റെയും സിവിയറിറ്റി സെയിം ആണെന്ന് പറയുന്നുണ്ട്. Therefore, രണ്ടുപേരും ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ് ഇംപെഡൻസിന്റെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So surely we will get the answer as 0.0166 per unit. So ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇത് വൺ ഓഫ് ദ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. സാധാരണ നമ്മൾ ഈ ഫോൾട്ട് അനാലിസിസിനകത്ത് കോമ്പറ്റീവ് എക്സാംസിനകത്ത് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അടുത്ത പ്രശ്നം നോക്കിയേ. ത്രീ ഫേസ് സ്റ്റാർ കണക്റ്റഡ് ലോഡ് ഈസ് ഡ്രോയിങ് അറ്റ് എ വോൾട്ടേജ് 0.9 per unit ആൻഡ് 0.8 പവർ ടു 0.8 പവർ ഫാക്ടർ ലാഗ്. അല്ലെ, 0.8 ആണ്. 0.8 പവർ ഫാക്ടർ ലാഗ്. 0.8 power factor lag. The three-phase base power and base current are 100 MVA at 437.38 amps respectively. The line-to-line load voltage in kV is. A three-phase star connected load is drawing a power at a voltage of 0.9 per unit and 0.8 power factor. So, നമുക്ക് വോൾട്ടേജ് 0.9 പറയുന്നുണ്ട്, പവർ ഫാക്ടർ 0.8 പറയുന്നുണ്ട് അല്ലെ. ത്രീ ഫേസ് ബേസ് പവർ ആൻഡ് ബേസ് കറണ്ട്. അപ്പം നമുക്ക് MV 100 MV എന്നുണ്ട് അല്ലെ. ബേസ് പവർ MV ആരും S is equal to 100 MV എന്ന് നമുക്ക് പറയുന്നുണ്ട്. അടുത്തായിരിക്കും വരിക ബേസ് കറണ്ട് അല്ലെ. I base is equal to എത്ര പറയുന്നുണ്ട്? I base is equal to 437.38 amps എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇത് ലൈൻ ടു ലൈൻ വോൾട്ടേജ്. അപ്പൊ നമുക്കറിയാം S is equal to പവർ ഉണ്ട്, ബേസ് ഉണ്ട് അല്ലെ, ബേസ് കറണ്ട്. അപ്പൊ നമുക്ക് എന്തായിരിക്കും വരിക? therefore S is equal to √3 VL IL ആണ് അല്ലെ. √3 VL IL. therefore നമുക്ക് എന്ത് കിട്ടും? VL പിടിക്കാമല്ലോ. VL is equal to S divided by √3 into IL. that is equal to S എത്രയായിരിക്കും? 100 MVA. that is 100 into 10 to the power of 6 divided by √3 into IL എത്ര വന്നിരിക്കുന്നത്? 437.38 അല്ലെ. IL is equal to 437.38 കിട്ടും. so the answer becomes നമുക്ക് 132 kV നമുക്ക് കിട്ടും. substitute we will get this answer as 132 kV. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും? the line to line voltages in kV. അപ്പൊ നമുക്ക് എന്തായിരിക്കും? വോൾട്ടേജിന്റെ പെർ യൂണിറ്റ് വാല്യൂ തന്നിട്ടുണ്ട് അല്ലെ, 0.9 തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം പെർ യൂണിറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? ആക്ച്വൽ വാല്യൂ ബൈ ബേസ് വാല്യൂ ആണ് അല്ലെ. therefore ആക്ച്വൽ വാല്യൂ ഡിവൈഡ് ബൈ ബേസ് വാല്യൂ ആണ്. അപ്പൊ പെർ യൂണിറ്റ് വാല്യൂ 0.9 നമുക്ക് തന്നിട്ടുണ്ട്. therefore 0.9 that is equal to ആക്ച്വൽ വാല്യൂ അല്ലെ. ബേസ് വാല്യൂ എത്ര? കാര്യം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതായിരിക്കും ത്രീ ഫേസ് ബേസ് പവറും ബേസ് കറണ്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇരിക്കുന്ന വോൾട്ടേജ് എന്തായിരിക്കും? ഓൾസോ ബേസ് വോൾട്ടേജ് ആണ്. therefore VL ബേസ് വോൾട്ടേജ്. ഇവിടുത്തെ ബേസ് വോൾട്ടേജ് എന്തായിരിക്കും വരിക? 132 kV അല്ലെ. 132 kV. therefore ആക്ച്വൽ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? therefore ആക്ച്വൽ വോൾട്ടേജ് അല്ലെങ്കിൽ ആക്ച്വൽ വാല്യൂ ഓഫ് ദ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 0.9 into 132 kV. that is equal to 118.8 kV തരും. സോ ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഓപ്ഷനകത്ത് ഫസ്റ്റ് ഈ 132 kV ഉണ്ടാവും. അപ്പം 132 kV ചാടിപ്പിടിച്ച് നമ്മൾ ആൻസർ എടുത്ത് വെക്കരുത്. കാര്യം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ത്രീ ഫേസ് ബേസ് പവറും ബേസ് കറണ്ടും ആണ് എടുത്തിരിക്കുന്നത്. 100 MVA ബേസ് പവറും 100 എന്തായിരിക്കും ബേസ് കറണ്ട് IB ആണ് 437.38 എന്ന് പറഞ്ഞത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഇത് കണ്ടുപിടിച്ചു, ബേസ് വോൾട്ടേജ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പെർ യൂണിറ്റ് വോൾട്ടേജ് തന്നിട്ടുണ്ട് അല്ലെ, പെർ യൂണിറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം പെർ യൂണിറ്റ് വാല്യൂ ആക്ച്വൽ വാല്യൂ ഡിവൈഡ് ബൈ ബേസ് വാല്യൂ ആണ്. അപ്പൊ നമുക്ക് ബേസ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, പെർ യൂണിറ്റ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ വാല്യൂ എന്തായിരിക്കും വരിക? ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആക്ച്വൽ വാല്യൂ ഈക്വൽ 0.9 into 132 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ 118.8 kV. ഇവിടെ നമുക്ക് മിക്കപ്പോഴും നമുക്ക് മിസ്റ്റേക്ക് പറ്റുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഓർത്ത് വയ്ക്കുന്ന കാര്യം ഇവിടെ വെച്ച് നമ്മൾ നിർത്തരുത്. കാര്യം ബിക്കോസ് ദിസ് ഇസ് എ
ബേസ് വോൾട്ടേജ് ആണ്. ബിക്കോസ് ഹിയർ വി ടേക്ക് ദിസ് ബേസ് പവർ ആൻഡ് ബേസ് കറണ്ട്. നമുക്കിവിടെ ആക്ച്വൽ വോൾട്ടേജ് ലൈൻ ടു ലൈൻ ലോഡ് വോൾട്ടേജ് കണ്ടുപിടിക്കണം. ലൈൻ ടു ലൈൻ ലോഡ് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താ വോൾട്ടേജിന്റെ പെർ യൂണിറ്റ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ബിക്കോസ് പെർ യൂണിറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. അപ്പം പെർ യൂണിറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു ആക്ച്വൽ വാല്യൂ ഡിവൈഡ് ബൈ ബേസ് വാല്യൂ. ബേസ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. എന്തായിരിക്കും വരിക? പെർ യൂണിറ്റ് വാല്യൂ ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് യു വിൽ ഗെറ്റ് ദ ആക്ച്വൽ വാല്യൂ. സോ ഇത് തെറ്റിപ്പോവരുത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് മോഡൽ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ദിവസം നോക്കിയേ. 3 phase 100 MVA 25 kV generator has solidly grounded neutral. അല്ലെ? The positive sequence, negative sequence and zero sequence components are. The positive sequence Z1 is equal to 0.2 per unit. Z2 is also 0.2 per unit and Z0 is equal to 0.05 per unit. If a bolted single phase to ground fault occurs at the terminals of an unloaded generator, the fault current in amperes. ആണ്. അപ്പം അവിടെയും നമുക്ക് മുന്നത്തെ കണക്ക് കൺവേർഷൻ നമുക്ക് ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് ഓർത്ത് വയ്ക്കുക. The fault current in amperes immediately after the fault is ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായിരിക്കും വരിക? അവിടെ ഉണ്ടായിരിക്കുന്ന ഫോൾട്ട് എന്തായിരിക്കും? ഇപ്പൊ ബോൾഡഡ് ഫേസ് ടു ഗ്രൗണ്ട് ഫോൾട്ട് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തായിരിക്കും? ന്യൂട്രൽ ഇംപെഡൻസ് തന്നിട്ടില്ല. therefore നമുക്ക് നമ്മളുടെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റുന്നതായിരിക്കും ഫോൾട്ട് കറന്റ് ഇക്വേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 3E ഡിവൈഡ് ബൈ അല്ലെ 3E ഡിവൈഡ് ബൈ Z1 പ്ലസ് Z2 പ്ലസ് Z0 പ്ലസ് 3 ടൈംസ് Z ഉണ്ട്. പക്ഷേ അതിനകത്ത് Z ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. സോ വി ക്യാൻ avoid that one. Therefore 3E divided by Z1 plus Z2 plus Z0 അല്ലെ. അപ്പൊ നമുക്ക് that is equal to 3 into ഇതായിരിക്കും വോൾട്ടേജിന്റെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? വോൾട്ടേജ് ഇൻ പെർ യൂണിറ്റ് ആണ്. Therefore 3 into 1 അല്ലെ 1 per unit divided by Z1 എത്ര ആയിരിക്കും? Z1 0.2, Z2 ന്റെ വാല്യൂ 0.2, Z0 ന്റെ വാല്യൂ 0.05. Therefore the answer will become എന്തായിരിക്കും വരിക? ആൻസർ ഈസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 6.667 നമുക്ക് കിട്ടും അല്ലെ. 6.667 നമുക്ക് കിട്ടും. 6.667 നമുക്ക് കിട്ടും. ഫോൾട്ട് കറണ്ട് 6.667 പെർ യൂണിറ്റ് ആണ്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ആംബിയേഴ്സിലാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? അപ്പൊ എന്ത് ചെയ്യുക? കാര്യം നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് പെർ യൂണിറ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് എന്താണ് ആംബിയേഴ്സ് വേണം. അപ്പൊ എന്ത് ചെയ്യുക? ആംബിയേഴ്സ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ബേസ് കറണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. കാര്യം നമുക്ക് ഇവിടെ റേറ്റിംഗ് തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബേസ് കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ ആയിരിക്കും? S is equal to √3 VL/IL അല്ലേ? മുന്നേ നമ്മൾ ചെയ്ത പോലെ √3 VL into IL ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കും വരിക? 100 MVA ആണ്. therefore 100 into 10⁻⁶ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 3 into VL എന്ന് പറയുമ്പോഴത്തേക്ക് 25 kV അല്ലെ. therefore 25 is equal to നമുക്ക് ഇത് കിട്ടും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് IL ന്റെ വാല്യൂ കിട്ടും. therefore IL is equal to substituting this you will get IL is equal to എത്ര ആയിരിക്കും? 2309.4 amps കിട്ടും. ഇതാണ് നമ്മളുടെ ബേസ് IL എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബേസ് വാല്യൂ എന്ന് പറയുന്നത് IL. എന്തായിരിക്കും വരിക? ഫോൾട്ട് കറണ്ട് കണ്ടുപിടിക്കണം അല്ലെ. The fault current in amperes ആണ്. therefore the fault current in amperes is equal to base current 2309.4 into per unit 6.667 ചെയ്യും. therefore the answer becomes 15,396 amps അഥവാ 15.3 കിലോ ആംസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് 15.3 കിലോ ആംസ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു പോയിന്റ്സ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വയ്ക്കാം. അടുത്ത ദിവസം നോക്കിയത് ഇംപെഡൻസ് അല്ലെ. The impedance value of a point of a generator 0.2 per unit on base value of 11 kV 50 MVA. The impedance value for the base value of 22 kV 150 MVA. അപ്പൊ നമ്മൾ ഇത് നമ്മളെ സിമ്പിൾ ഇക്വേഷൻ ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം Z per unit അല്ലെ. Z per unit ന്യൂ
is equal to എന്തായിരിക്കും വരിക Z per unit new is equal to ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് നമ്മൾ Z per unit old into MVA base MVA അല്ലെ base MVA new divided by MVA old into KV old divided by KV new the whole square. ഈ ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വയ്ക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു Z per unit new is equal to Z per unit old into new MVA new divided by MVA old into KV old divided by KV new the whole square. That is equal to ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് the impedance value of a point of a generator 0.2 per unit on base value അല്ലെ of 11 kV. അപ്പം എന്തായിരിക്കും വരിക 0.2 per unit, അതായത് Z per unit old ആണ് അല്ലെ Z per unit old ആണ്. എന്തായിരിക്കും ഇത് 11 kV എന്ന് പറയുമ്പോഴത്തേക്ക് KV old ആണ്. എന്തായിരിക്കും വരിക 50 MVA എന്ന് പറയുമ്പോഴത്തേക്ക് it is also MVA old ആണ്. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇംപെഡൻസ് വാല്യൂ ഫോർ ദ ബേസ് ഇതാണ് ന്യൂ വാല്യൂ 22 kV ന്യൂ വാല്യൂ 150 MVA എന്ന് പറയുമ്പോൾ അതും ന്യൂ വാല്യൂ ആണ്. therefore നമുക്ക് നോക്കാം Z per unit old ഇതായിരിക്കും വരിക 0.2 into MVA new ഇതായിരിക്കും വരിക MVA new എന്ന് പറയുന്നത് 150 ആണ് അല്ലെ it is MVA new that is 150 divided by MVA old ഇതായിരിക്കും വരിക മുന്നേ പ്രീവിയസ് കേസ് ഇതായിരിക്കും വരിക 50 അല്ലെ 50 into KV old എന്ന് പറയുമ്പോഴത്തേക്ക് ഇനിഷ്യൽ വാല്യൂ 11 divided by KV new എന്ന് പറയുമ്പോഴത്തേക്ക് ഫൈനൽ വാല്യൂ 22 the whole square. ചെയ്യുമ്പോൾ 11/22 1/2 കിട്ടും 1/2 the whole square that is equal to 0.2 into 3 into 1/2 the whole square that is 1/4 that is equal to 0.15 per unit കിട്ടും. so ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. Z per unit new is equal to Z per unit old into അപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്തായിരിക്കും നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ എഴുതിയിരിക്കുന്നത് Z per unit is equal to Z into ohm into ഇതായിരിക്കും base MVA divided by KV the whole square. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ഈ per unit ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് Z per unit is equal to Z per unit ohm into base MVA by KV the whole square. അപ്പം Z per unit is proportional to base MVA ആണ്. Z per unit new എന്ന് വന്നപ്പോഴത്തേക്ക് base MVA new വന്നിരിക്കുന്നത്. Z per unit is inversely proportional to KV square ആണ്. അപ്പോൾ ഇവിടെ Z per unit new ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും KV the whole square KV old ആയിരിക്കും വരുന്നത് because Z per unit new അല്ലെങ്കിൽ Z per unit is inversely proportional to ഇതായിരിക്കും KV ആണ്. ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കാം. ഇറ്റ് ഈസ് ആൾസോ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. കാര്യം നമുക്ക് നമ്മുടെ സിലബസിൽ കാര്യമായിട്ട് പറയുന്നുണ്ട് per unit ക്വാണ്ടിറ്റീസിനെ പറ്റി പറയുന്നുണ്ട്. സോ 100% ഷുവർ ആണ് നമുക്ക് ഈ രണ്ട് ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഒന്നുകിൽ Z per unit കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ തന്നെ Z ohm കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ, അല്ലെങ്കിൽ ഇതായിരിക്കും നമ്മൾ ഈ വലിയ ഇക്വേഷൻ Z per unit new ഓൾഡ് വാല്യൂസ് വന്നിട്ട് ന്യൂ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇക്വേഷൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, പഠിക്കാതെ പോകരുത്. അടുത്ത ദിവസം നോക്കിയേ, ഇത് 3 phase 5 kV 5 MVA സിസ്റ്റം 3 phase 5 kV 5 MVA സിസ്റ്റം ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എ ബേസ് ഇംപെഡൻസ് അല്ലെ വാട്ട് ഈസ് എ ബേസ് ഇംപെഡൻസ്. അപ്പൊ നമുക്കറിയാം 5 kV 5 MVA സിസ്റ്റം ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ബേസ് ഇംപെഡൻസ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ബേസ് ഇംപെഡൻസ് ഈസ് ഈക്വൽ ടു, അപ്പൊ നമുക്ക് മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ള പെർ യൂണിറ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻ നോക്കാം. ദാറ്റ് ഈസ് Z per unit is equal to Z ohm into അല്ലെ Z ohm into base MVA base divided by KV the whole square. നമുക്ക് what is the base impedance, that is Z ohm ആണ് കണ്ടുപിടിക്കുന്നത്. that is equal to Z ohm is equal to Z per unit into KV the whole square divided by base MVA base. ഈ ഇക്വേഷൻ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. Z per unit എന്തായിരിക്കും? that means Z in ohm എഴുതാൻ പറ്റും. therefore Z in ohm is directly proportional to ഇതായിരിക്കും KV the whole square divided by base MVA. that is KV the whole square divided by MVA base. that is equal to KV the whole square പറയുമ്പോഴത്തേക്കും KV എത്ര 5 KV, that is 5 square, that is 25 divided by അല്ലെ divided by base MVA എത്ര ആയിരിക്കും വരിക 5, that is equal to വരും. അപ്പോൾ ആൻസർ ഈസ് 5 ohm ആയിരിക്കും നമുക്ക് വരിക. Z ohm is equal to 5 ohm. so ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ വരിക. Next question, the per unit impedance of a circuit element is 0.15.
if the base KV and the base MVA are halved, then the new value of per unit, the base MVA and the base MVA and base KV and base MVA are halved, then the new value of the per unit impedance of the circuit element. അപ്പോൾ നമുക്കറിയാം Z per unit is equal to Z norm into MVA base divided by KV the whole square. The per unit impedance of a circuit is 0.15. അപ്പോൾ 0.15 തന്നിട്ടുണ്ട് is equal to Z ohm into MVA യുടെ വാല്യൂ it is equal to 0.15 അല്ലേ. MVA യുടെ വാല്യൂ എത്ര ആയിരിക്കും വരിക? MVA യുടെ വാല്യൂ എന്ന് പറയുന്നത് is halved, therefore MVA by 2 അല്ലേ. MVA by 2 divided by, and KV is also halved അല്ലേ. Therefore KV by 2 the whole square. Therefore that is equal to 0.15 is equal to Z norm into MVA by 2 into KV the whole square, 4 divided by KV square. Therefore 1, 2. Therefore that is equal to 0.15, that is equal to Z ohm into 2 times MVA divided by KV the whole square. Therefore that is equal to 2 into 0.15, therefore that is equal to 0.3 ആയിരിക്കും നമുക്ക് ആൻസർ വരിക. Therefore the answer becomes 0.30 അല്ലേ. കാര്യം നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇതാണ്. ഇതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര ആയിരിക്കും വരിക? 0.15 നമുക്ക് തന്നിട്ടുണ്ട്. ഇവർ പറയുന്ന രീതിയിൽ നമ്മൾ ഓൾട്ടർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും ഇൻറ്റു 2 എന്ന് നമുക്ക് കിട്ടും. Therefore 0.15 into 2, therefore answer is 0.30 വരും. സോ ഈ ഒരു പോയിന്റും ഓർത്ത് വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The parameters of a transposed overhead line are given. Self reactance XS is equal to 0.4, mutual reactance XM. അപ്പോൾ ഇതിനകത്ത് ഒരു രണ്ട് ഫോർമുല ഓർത്ത് വയ്ക്കുക. പോസിറ്റീവ് സീക്വൻസ് കമ്പോണന്റ് X1 is equal to ഇതായിരിക്കും വരിക XS minus XM ആണ്. XS minus XM ആണെന്ന് ഓർത്ത് വയ്ക്കുക. And zero sequence component X0 is equal to XS plus 2 times XM. ഇതും നമ്മൾ പഠിച്ചിരിക്കാനുള്ള ഫോർമുലയാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് അതായത് നമുക്ക് സെൽഫ് റിയാക്ടൻസും മ്യൂച്വൽ റിയാക്ടൻസ് തരുവാണെങ്കിൽ പോസിറ്റീവ് സീക്വൻസ് റിയാക്ടൻസും നെഗറ്റീവ് സീക്വൻസ് റിയാക്ടൻസും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പോസിറ്റീവ് സീക്വൻസ് റിയാക്ടൻസ് X1 is equal to XS എന്ന് പറയുന്നത് 0.4 ആണ്. 0.4 മൈനസ് XM എത്ര ആയിരിക്കും വരിക? 0.1. therefore answer is 0.3. ഓക്കെ, അടുത്ത് നോക്കിയേ. X0 is equal to സീറോ സീക്വൻസ് റിയാക്ടൻസ് X0 is equal to XS എത്ര തന്നിരിക്കുന്നത്? XS is nothing but 0.4 plus 2 into 0.2 വരുന്നു അല്ലേ. therefore that is equal to എത്ര ആയിരിക്കും വരിക? that is equal to 0.4 plus 2 into 0.1, that is equal to 0.6 നമുക്ക് വരും അല്ലേ. 0.6 വരും. സോ ഓപ്ഷൻ നമുക്ക് ഡി ആയിരിക്കും ആൻസർ വരിക. സോ ഈ രണ്ട് ഫോർമുല ഓർത്ത് വയ്ക്കുക. എന്തായിരിക്കും? XS എന്ന് പറയുന്നത് സെൽഫ് റിയാക്ടൻസും മ്യൂച്വൽ റിയാക്ടൻസും നമുക്ക് തന്നിട്ട് പോസിറ്റീവ് സീക്വൻസ് സീറോ സീക്വൻസ് കണ്ടുപിടിക്കുകയാണ്. എന്തായിരിക്കും? XS is equal to XS minus XM and X0 is equal to XS plus 2XM. ഈ രണ്ട് പോയിന്റും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. So അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A 3-phase generator rated at 110 MVA, 11 kV is connected through circuit breaker to a transformer. The generator is having the
subtransient, sorry, direct axis subtransient reactance for xt double dash നമുക്ക് തന്നിട്ടുണ്ട്. Subtransient reactance xt double dash is equal to 0.19 and transient reactance xd dash is equal to 0.27, 26%, and synchronous reactance, therefore xs is equal to 132%, that is 1.3 per unit. 1.3. The generator is operating at no load and rated voltage when a three-phase short circuit fault occurs between the transformer and the breaker. The magnitude of initial symmetrical RMS current in the breakers will be. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, the magnitude of initial symmetrical RMS current നമുക്ക് ചോദിച്ചിരിക്കും. അപ്പോൾ നമുക്കറിയാം ഫോൾട്ട് കറന്റ് ഇക്വേഷൻ എന്തായിരിക്കും വരിക? IF is equal to ഫോൾട്ട് കറന്റ് ഇക്വേഷൻ നമുക്ക് E divided by അല്ലെ, E divided by X എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ത്രീ ഫേസ് ഷോർട്ട് സർക്യൂട്ട് അല്ലെ. അപ്പോൾ ഈ വോൾട്ടേജിന്റെ വാല്യൂ പെർ യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും IF is equal to അല്ലെ 1/x. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓർത്ത് വയ്ക്കും. ഫോൾട്ട് കറന്റ് ഇക്വേഷൻ IF is equal to 1/x. X എന്ന് പറഞ്ഞാൽ റിയാക്ടൻസ് ആണ്. അത് നോക്കിയേ, ഇനി നമുക്ക് ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് സർക്യൂട്ട് MVA അല്ലെങ്കിൽ നമുക്ക് ഫോൾട്ട് MVA ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പറയാ MVA is equal to നമുക്ക് എഴുതാൻ പറ്റും ഇതായിരിക്കും വോൾട്ടേജ് ഇൻറ്റു കറണ്ട് അല്ലേ. വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് 1 per unit ആണെങ്കിൽ കറണ്ട് എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് ആൾസോ 1/x. അപ്പോൾ MVA യുടെ വാല്യൂ ഈസ് ആൾസോ 1/x. ഈ രണ്ട് ഇക്വേഷൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. കാര്യം ഫോൾട്ട് കറണ്ട് I is equal to V/x എന്നുള്ള ഇക്വേഷൻ വെച്ചത് V എന്ന് പറയുന്നത് 1 per unit കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഫോൾട്ട് കറണ്ട് IF is equal to 1/x നമുക്ക് പറയാം. 1 റിയാക്ടൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റിയാക്ടൻസ്. അങ്ങനെ തന്നെ MVA എന്ന് പറയുമ്പോഴത്തേക്ക് V എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, അവിടെ വോൾട്ടേജ് per unit കൊടുത്തു കഴിഞ്ഞാൽ ഐയുടെ വില എന്തായിരിക്കും? ഐയുടെ വില നമ്മൾ ആൾറെഡി 1/x കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് പോയിന്റ് നമുക്ക് ഒന്ന് മനസ്സിൽ വേണം, ഇത് അത്യാവശ്യമാണ്. അപ്പം ഈ രണ്ട് ഇക്വേഷൻസ് അത് എങ്ങനെയാണ് വന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. കാര്യം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നോക്കിയേ, ഇപ്പൊ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാല് അപ്പൊ ഫോൾട്ട് കറണ്ട് കണ്ടുപിടിക്കുക അല്ലെ. therefore the fault current IF is equal to എന്തായിരിക്കും വരിക? IF is equal to E/x ആണ് അല്ലെ. E/x അല്ലെങ്കിൽ 1/x ആണ്. യുടെ വില 1 ആണ്. therefore x എന്തായിരിക്കും വരിക? 1/x ന്റെ വാല്യൂ എന്തായിരിക്കും? xt ഡബിൾ ഡാഷ് ആണ്. therefore that is 0.19. 0.19 that is equal to ഇത് ചെയ്യുമ്പോൾ നമുക്ക് 5.263 per unit കിട്ടും. 5.263 per unit കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് ഇനി എന്താ വേണ്ടേ? നമുക്ക് പെർ യൂണിറ്റിലല്ല, നമുക്ക് കിലോ ആംസിൽ വേണം. ഇനി എന്ത് ചെയ്യുക? നമ്മൾ ബേസിലേക്ക് കൺവേർട്ട് ചെയ്യുക. കാര്യം നമുക്ക് റേറ്റിംഗ് ഉണ്ട്. S is equal to എന്തായിരിക്കും? therefore S is equal to √3 VL/IL അല്ലേ. therefore S is equal to √3 VL/IL. therefore IL കണ്ടുപിടിച്ചൂടെ? IL എങ്ങനെയാണ് പിടിക്കുന്നത്? S എന്ന് പറയുമ്പോഴത്തേക്ക് S തന്നിട്ടുണ്ട് എത്ര? 110 × 10⁶ MVA 110 MVA ഡിവൈഡ് ബൈ √3 into VL എത്ര ആയിരിക്കും? 11 kV. that is 11 × 10⁻³ ചെയ്യുമ്പോൾ നമുക്ക് IL കിട്ടും. therefore IL becomes എത്ര കിട്ടും? IL is equal to 5773.5 കിട്ടും. 5773.5 ആംസ് കിട്ടും. നമുക്ക് ബേസ് കിട്ടി. എന്ത് ചെയ്യുക? നമുക്ക് എന്താ? IF is equal to therefore the fault current in amps അല്ലെങ്കിൽ കിലോ ആംസ് is equal, നമുക്ക് തന്നിരിക്കുന്നത് എന്താ? കിലോ ആംസ് വേണം കണ്ടുപിടിക്കാനുള്ളത്. എന്ത് ചെയ്യുക? that is equal to per unit value 5.263 into നമ്മളുടെ ബേസ് വാല്യൂ 577.35 അല്ലെ. 577.3.5. so once we will get the answer as 30.39 kilo amps. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫോൾട്ട് കറണ്ടിന്റെ ഇക്വേഷൻ ഇതിനകത്ത് ഓർത്ത് വയ്ക്കാനുള്ള കാര്യം, ഫോൾട്ട് കറണ്ട് IF is equal to 1/x എന്ന് ഓർത്ത് വയ്ക്കുക. MVA ആണെങ്കിൽ 1/x എന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ എന്തായിരിക്കും വരിക? ആ രീതിയിൽ നമുക്ക് എടുക്കുന്ന സബ്ട്രാൻഷൻ റിയാക്ഷൻസ് എടുത്ത് IF is equal to 1/x എടുത്ത് നമുക്ക് ആൻസർ ഈ ഫോൾട്ട് കറണ്ട് കണ്ടുപിടിച്ചു. പിന്നെ എന്ത് ചെയ്യുക? നമ്മൾ ബേസ് വാല്യൂ കണ്ടുപിടിക്കുക, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇതും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുമെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ എത്തിച്ചേരാൻ പറ്റും. അടുത്ത ദിവസം നോക്കിയേ, an isolated synchronous generator with transient reactance is equal to 1.1 per unit അല്ലെ. an isolated synchronous generator with transient reactance is equal to 0.1 per unit. then per unit on a 100 MVA base and connected to the high voltage bus through a step-up transformer of reactance 0.1. The fault level at the bus is
just an isolated generator, synchronous generator. This is one of the synchronous generator with a transient reactance xd dash is equal to 0.1 per unit on a 100 MVA base is connected to a high voltage bus through a step-up transformer. Here is a step-up transformer. Step-up transformer of 0.1 per unit reactance. This is a high voltage bus. The fault level at the bus is therefore short circuit MVA. MVA equation MVA is equal to V into I. MVA is equal to V into I. V is 1 per unit. Therefore, 1 into I is 1 by x. Therefore, MVA is equal to 1 by x 1 by 0.1. X is reactance 0.1 transformer reactance 1 by 1 plus 1 by 0.1 plus 0.1, that is equal to 1 by 0.2. Short circuit MVA. Therefore, short circuit MVA is equal to this MVA into 1 by 0.2 into base MVA. Base MVA 100 MVA 200. Therefore, 100 divided by 0.2. The answer is 500. Answer is 500 MVA because 100 divided by 0.2. From this equation, we will answers. Therefore, fault analysis the answers cover. So once base value multiply problem important a star connected to 3-phase 11 kV 25 MVA alternator with neutral grounded through a 0.033 per unit reactance has positive sequence, negative sequence, a single phase line to ground fault. Equation therefore single phase line to ground fault is equal to single phase line to ground fault is equal to 3E divided by Z1 plus Z2 plus Z0 plus 3 times Zn. Therefore, that is equal to 3 into 3 into fault fault MVA equation V into I. V into 1 by I V 1 per unit 1 into I 1 by x 1 by x into 1 by into into base MVA into base MVA. But I single line to ground fault in the parameters the positive sequence, negative sequence, zero sequence. Therefore, 3 into E 1 divided by Z1 Z1 is equal to 0.2, Z1 0.2, Z2 0.1, Z0 0.1 plus 3 times Zn neutral grounded through a 0.033. 0.3 into 0.33. It is nothing but the fault term. IF into the base value. Base value 25 MB into 25 MB. We will get the answer. Therefore, on substituting this, we will get 150 MVA. So, similar to short circuit MVA. MVA voltage into current. Voltage 1 per unit 1 by 1 by x. But 1 by x is the reactants positive sequence, negative sequence, zero sequence, Zn value. I value 3-phase fault, single line to ground fault. Half IF in the value equation which convert into base value multiply, we will get the answer. Four identical alternators, each of rating 20 MVA, 11 kV, having a subtransient reactance of 16%, are working parallel, short circuit level. Okay, 4 identical generators, each of 20 MVA. Therefore, base MVA is
20 തന്നിട്ടുണ്ട് അല്ലേ? Therefore base MVA base is equal to 20 തന്നിട്ടുണ്ട്. 20. 11 kV having a subtransient reactance of 16% are working in parallel. അതായത് 1, 2, 3, 4. ഇതിന്റെ ടോട്ടൽ റിയാക്ഷൻസ് തന്നിരിക്കുന്നത് 16% ആണ് അല്ലേ? 16%. അപ്പോൾ that is equal to 0.16. അപ്പോൾ ഒരെണ്ണത്തിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും 4 alternators in parallel. Therefore x equivalent is equal to 0.16 തന്നിട്ടുണ്ട് അല്ലേ? 0.16 divided by 4, that is equal to 0.04 നമുക്ക് കിട്ടും അല്ലേ? For identical transformers each of rating 20 MVA 11 kV subtransient reactance 16% are working parallel. അപ്പോൾ ഇതിന്റെ 16% ആണ്. 16. അപ്പോൾ അതിന്റെ അല്ലെങ്കിൽ 0.16 അല്ലേ? 0.16 ഇതിന്റെ റിയാക്ഷൻസ് 0.16, ഇതിന്റെ 0.16. അപ്പം ഇത് പാരലൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ഈക്വൽ റെസിസ്റ്റൻസ് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഈക്വലന്റ് റിയാക്ഷൻസ് പറയുമ്പോഴത്തേക്ക് 0.16 divided by 4, that is equal to 0.04. എന്തായിരിക്കും വരിക? ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ട് ലെവൽ, that is MVA is equal to എന്തായിരിക്കും വരിക? E into I, വോൾട്ടേജ് കാരണമാണ് MVA എന്ന് പറയുന്നത്. that is equal to E യുടെ വർണ്ണമാണ് ഇതായിരിക്കും വരിക 1 per unit അല്ലേ? സോറി, I എന്ന് പറയുമ്പോഴത്തേക്ക് 1/x, that is equal to 1 divided by 0.04 MVA കിട്ടി ഇൻറ്റു ബേസ് MVA. ബേസ് MVA എത്ര ആയിരിക്കും വരിക? 20 divided by 0.04 ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. Therefore the answer is 500 MVA. Answer is 500 MVA. സോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരുവിധം നമ്മൾ സിലബസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോൾട്ട് അനാലിസിസിന്റെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ചിട്ടുള്ള PSC എക്സാംസിന് ചോദിച്ചിട്ടുള്ളതും ആ മോഡൽസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി അനാലിസിസിലേക്ക് പോവാം. സോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, താങ്ക് യു.